പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പണ്ട് ഒരു ഗ്രാമത്തിലെ ആളുകളെല്ലാം ചെറുതും വലുതുമായ ദുഃഖങ്ങളിൽ പൊറുതിമുട്ടി. അതിനെപ്പറ്റി പരാതി പറഞ്ഞ് അവർ അലസരായി ജീവിച്ചു. എനിക്ക് എന്തിന് ഇത്രയും ദുഃഖം തന്നു എന്ന് ദൈവത്തോട് അവർ പരാതി പറഞ്ഞു. ദുഃഖിതരുടെ ഗ്രാമം എന്നാണ് ആ ഗ്രാമം അറിയപ്പെട്ടത്. അവർ ഒരിക്കലും മറ്റുള്ളവരെപ്പറ്റി ചിന്തിച്ചില്ല. അവർ സ്വന്തം ദുഃഖങ്ങളിൽ അടയിരുന്നു പോന്നു. ഒരു ദിവസം ഒരു ഗുരു ആ ഗ്രാമത്തിലെത്തി. ദുഃഖങ്ങൾക്ക് പരിഹാരം തേടി ആ ഗ്രാമവാസികൾ ഗുരുവിനെ സമീപിച്ചു. ഗുരു പറഞ്ഞു, ദുഃഖമാണ് നമ്മെ വളർത്തുന്നത്. ദുഃഖം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ പക്വതയോടെ നേരിടുക. ഗുരുവിൻ്റെ മറുപടിയിൽ തൃപ്തിയില്ലാതെ നാട്ടുകാരെല്ലാം പിറുപിറുത്തു. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം എഴുതി ഒരു സഞ്ചിയിലാക്കി ഒരു പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ആളിൻ്റെ ദുഃഖങ്ങൾ ഇഷ്ടമുള്ളവർ എടുത്തുകൊള്ളുക. അവരെല്ലാം സന്തോഷത്തോടെ ഗുരു പറഞ്ഞ പോലെ ചെയ്തു. ആളുകൾ ദുഃഖശമനം പ്രതീക്ഷിച്ച് തിക്കിത്തിരക്കി. എല്ലാവരും മറ്റുള്ളവരുടെ ദുഃഖം നിറച്ച സഞ്ചികൾ പരിശോധിച്ചു. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖം മതി. ദുഃഖങ്ങൾ വെച്ചുമാറാൻ ഞങ്ങൾ തയ്യാറല്ല. വലിയ ഒരു സത്യം മനസ്സിലാക്കിയ ചാരിതാർത്ഥ്യത്തോടെ അവർ ഗുരുവിന് നന്ദി പറഞ്ഞ് പിരിഞ്ഞുപോയി. ദുഃഖങ്ങളെക്കുറിച്ച് ആ ഗ്രാമവാസികൾ പിന്നീട് ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. അലസത ദുഃഖത്തിന് പരിഹാരമല്ലെന്നും കഠിനാധ്വാനം ചെയ്ത് സമ്പൽ സമൃദ്ധി നേടാമെന്നും ഗ്രാമീണർ മനസ്സിലാക്കി. സ്വന്തം കുറവുകളെക്കുറിച്ച് ഒരാൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ സ്വന്തം നന്മകളെക്കുറിച്ച് ഒരു ബോധവുമില്ല. അപരനുമായി താരതമ്യപ്പെടുത്തി നമ്മൾ ജീവിതത്തെ ക്ലേശമാക്കി മാറ്റുന്നു. ജീവിതം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം നന്ദി പറഞ്ഞു നോക്കൂ. അപ്പോൾ ജീവിതം നമുക്ക് ഇല്ലാത്തവയൊക്കെ വാരിച്ചൊരിയും. ഒരാളുടെ നന്മ കണ്ട് അസൂയ വരുമ്പോൾ ചിന്തിക്കുക, നാളെ ഇതിലും വലിയ കാര്യങ്ങൾ ഞാൻ നേടും. അപരൻ്റെ നന്മയിൽ ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കുക, തികച്ചും ബോധപൂർവം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.